അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് നവോത്ഥാന നായകരുടെ, രണ്ട് നവകേരള നായകരുടെ അധ്വാനങ്ങളെ കുറിച്ച്, അവരുടെ പരിശ്രമങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറും PC ജോർജ് സാറും നമ്മുടെ കേരളത്തെ പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വെച്ച ആ ഒരു ആത്യന്തികമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിച്ചിട്ടുള്ള വസ്തുതയാണല്ലോ. ഇവിടെ ഒരേ മനസ്സുള്ള, ഒരേ ആശയ അടിത്തറയുള്ള, ഒരേ വീക്ഷണമുള്ള, ഒരേ കാഴ്ചപ്പാടുള്ള PC ജോർജ് സാറും വെള്ളാപ്പള്ളി നടേശൻ സാറും ലയിച്ച് ഒന്നായി തീരണമെന്ന് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നു എന്നാണ് ആദ്യമായി എനിക്ക് ഊന്നി പറയാനുള്ളത്. കാരണം ഒരേ വീക്ഷണമുള്ള ആളുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ആ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിന് വേഗം വർദ്ധിക്കുമെന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇപ്പൊ തൃശ്ശൂര് കുടൽമാണിക്യം ക്ഷേത്രത്തിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം ദേവസ്വം ബോർഡ് നടത്തിയ പരീക്ഷയിൽ 1ാം റാങ്ക് നേടി ആ കഴക സ്ഥാനത്തേക്ക് നിയമിതനായ ബാലു എന്ന് പറയുന്ന സഹോദരന് ഏപ്രിൽ മാസമായപ്പോഴേക്കും രാജിവെക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം നവോത്ഥാനപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ, ഈ കേരളത്തിൽ ആ ദേശീയമായ നവജാഗരണം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ, ത്വരിതപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ബഹിസ്ഫുരണമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഒന്നുകൂടി ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ വരുന്ന ഏപ്രിൽ 11-ാം തീയതി ചേർത്തലയിൽ നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ പൗരസ്വീകരണ ചടങ്ങിൽ നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രിയും 5 മന്ത്രിമാരുമാണ് പങ്കെടുക്കുന്നത്. ഇതെന്താ വല്ല സ്റ്റേറ്റ് പരിപാടി വല്ലതുമാണോ മുഖ്യമന്ത്രിയും 5 മന്ത്രിമാരും കൂടി ഒന്നിച്ചു പങ്കെടുക്കാൻ എന്ന് ചില കുബുദ്ധികൾ ചോദിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അരിശം അടക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം അതിന്റെ നവോത്ഥാന മൂല്യങ്ങളുടെ രാജപാതയിലൂടെ കുതിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയും 5 മന്ത്രിമാരും മാത്രമല്ല മുഴുവൻ മന്ത്രിമാരും നമ്മുടെ പഴയ നവകേരള സദസ് മാതൃകയിൽ ആ ബസ്സിൽ കയറി ഈ 2 സാറന്മാരോടൊപ്പം കാസർഗോഡ് വരെ സഞ്ചരിക്കുകയും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ചേർത്തലയിൽ വന്ന് സമാപിക്കുകയും ആ പൗരസ്വീകരണം കെങ്കേമമാക്കി തീർക്കുകയും ചെയ്താലാണ് ഈ ദേശീയ നവജാഗരണം കേരളത്തിൽ അതിന്റെ മൂർത്തിഭാവത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട് വളരെ ഉയരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് സാമൂഹിക പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരും ചിന്തകന്മാരും വിഭാവന ചെയ്തതിനേക്കാൾ വേഗത്തിൽ ഈ കുതിപ്പ് തുടരുകയാണ്. അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടി ചരിത്രത്തിന്റെ താളുകളിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യേണ്ടതാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ഈ മന്ത്രിമാരുമെല്ലാം കാർമ്മികത്വം വഹിച്ചുകൊണ്ട് ഈ നവകേരള നായകന്മാരായ PC ജോർജ് സാറിനെയും വെള്ളാപ്പള്ളി നടേശൻ സാറിനെയും ലയിപ്പിച്ച് ഒന്നാക്കി മാറ്റിക്കൊണ്ട് നവോത്ഥാനത്തെക്കുറിച്ചുള്ള, നവകേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ മുഴുവൻ സ്വപ്നങ്ങൾക്കും പൂർണ്ണമായ സാക്ഷാത്കാരം നൽകണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം അഭ്യർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.